നമസ്കാരം, ഗുഡ് ഈവനിംഗ് അമേരിക്ക. തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലൊരു സമാധാന കരാറും അതിനായുള്ള ചർച്ചകളും തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ 80ാം പിറന്നാളാഘോഷത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. കരാർ ഉടനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്നാലും അത് അന്തിമമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രയേൽ നടത്തിയ കടന്നാക്രമണത്തിൽ തീരെ സന്തുഷ്ടനല്ല ഡൊണാൾഡ് ട്രംപ്. ബെയ്റൂത്തിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം പാടില്ലായിരുന്നെന്ന് ട്രംപ് പറഞ്ഞു. മേലാൽ ആക്രമണം നടത്തരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കരാറാകട്ടെ, ഹോർമൂസ് തുറക്കട്ടെ, ജീവിതങ്ങൾ വീണ്ടും പ്രകാശപൂരിതമാകട്ടെ. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. സമാധാനം അരികയോ? ഇന്നത്തെ എന്റെ അതിഥികൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് ജോസഫ്, മാധ്യമപ്രവർത്തകനായ വർഗീസ് കോരസൻ, ഹാർവസ്റ്റ് TV USA ഡയറക്ടറും മുൻ IPCNA ഹ്യൂസ്റ്റൺ ചാപ്റ്റർ പ്രസിഡന്റുമായ ജോയ് തുമ്പമൺ എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ജോർജ് ജോസഫിലേക്കാണ്. ശ്രീ ജോർജ് ജോസഫ്, അങ്ങേക്ക് തന്നെ അറിയാം എത്ര നാളായി നമ്മൾ ഈ ഒരു വിഷയം തന്നെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ സമാധാനം ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നു. ഇന്ന് തന്നെ ഈ കരാർ സാധ്യമാകും, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സാധ്യമാകും എന്ന് പറയുന്നു. അതിനിടയിലാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇതൊരു കരാറിലേക്ക്, യഥാർത്ഥ സമാധാനത്തിലേക്ക് നീങ്ങുമോ, അതോ ഒരു രാഷ്ട്രീയ നാടകമായി നിൽക്കുകയാണോ? ഇപ്പോഴ് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് ഒരു 3 മണിയാകാൻ പോകുന്നു, ന്യൂയോർക്ക് സമയം. അപ്പൊ 2-3 മണിക്കൂറിനകം കരാർ ഒപ്പുവെക്കുന്നാണ് ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6 മണി, ഒരു 3 മണിക്കൂർ, അപ്പം ഇവിടുത്തെ സമയം ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് കരാറ് വരേണ്ടതാണ്. ഇതിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി. അത് കാരണം നമുക്ക് ഇതിലൊരു വിശ്വാസം വരുന്നില്ല. ഇതില് 2 പ്രശ്നങ്ങളാണുള്ളത്. ഈ കരാർ ഒപ്പുവെച്ചാൽ തന്നെ ആരാണ് ഒപ്പുവെക്കുന്നത്? ആ ഒപ്പുവെക്കുന്ന ആൾക്ക് എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടോ? അവർ പറഞ്ഞാല് മറ്റുള്ളവർ കേൾക്കുമോ? നമുക്കറിയാം, ആരെങ്കിലും മോഡറേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, മര്യാദക്കാര്, എങ്ങനെയും തീരണമെന്ന് ആഗ്രഹിക്കുന്നവര്. പക്ഷെ യുവാക്കളും അതുപോലെ തന്നെ തലയ്ക്ക് ചൂട് പിടിച്ച ആളുകളും അവരൊക്കെ അത് അംഗീകരിക്കുമോ? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കാരണം ഇറാനില് ഇത് ഒപ്പുവെക്കാൻ പറ്റിയ ഒരു അധികാര കേന്ദ്രം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആദ്യം തന്നെ അമേരിക്കയും ഇസ്രായേലും അവരെയെല്ലാം തട്ടിക്കളഞ്ഞു. അപ്പൊ പിന്നെ ഈ പലതരം ആളുകളാണ് അവിടെ ഉള്ളത്. അവരാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ അവരുടെ തീരുമാനത്തിൽ എത്ര കണ്ട് സാധ്യത ഉണ്ടാകുമെന്ന് ആണ് അറിയേണ്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്കാകുമോ? ഇന്ന് തന്നെ ഇസ്രായേലിനെ പ്രസിഡന്റ് ട്രംപ് ചീത്ത പറയുന്നത് കേട്ടു. ഈ വേർഡൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷെ അങ്ങനെ പോലും പറയുന്നത് കേട്ടു. ഇസ്രായേല് അവർക്കെതിരെയുള്ള ആക്രമണം, അതിന് സന്നദ്ധരായിട്ട് അവിടെ ഇരിക്കുന്നു. അവര് മിസൈൽ അയക്കാനായിട്ടെല്ലാം തൊടുത്തു വെച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ആക്രമിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് പ്രശ്നം ഇരിക്കുന്നത്. ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? അതുപോലെ തന്നെ തീവ്രവാദികളെ നിയന്ത്രിക്കാൻ ഇറാന് കഴിയുമോ? ഇതാണ് ഈ കരാറിനെ പറ്റി നമ്മൾ മുന്നോട്ട് നോക്കുമ്പോഴത്തേക്ക്, കരാർ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഈ കരാറിൽ ഒബാമ 2015 ഉണ്ടാക്കിയ കരാറിനേക്കാൾ, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതിനേക്കാൾ വളരെ വ്യത്യസ്തമാണെന്നാണ് ഈ പ്രസിഡന്റ് ട്രംപിനോട് അടുത്ത ആളുകൾ പറയുന്നത്. പക്ഷെ ഒബാമ ഇന്ന് ചോദ്യം ചെയ്തിരിക്കുകയാണത്. ഈ കരാറിൽ ഒരു വ്യത്യാസവും ഇല്ല, ഈ പണ്ടുണ്ടാക്കിയ കരാർ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. അന്ന് ഒരു യുദ്ധം കൂടാതെ ഒരു കരാർ ഉണ്ടാക്കി, ഇന്നിപ്പോൾ ഒരു യുദ്ധത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കരാറിൽ എത്തിച്ചേരുന്നത്. പുതിയതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഒബാമ പറയുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നാലും അവിടെ യുറേനിയം എൻറിച്ച്മെന്റ് ഉണ്ടാവില്ല, ആ യുറേനിയം കൈമാറും. അതുപോലെ തന്നെ അണ്വായുധത്തിന് അവർ ഒരിക്കലും ശ്രമിക്കില്ല. ഇതാണ് കരാറിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൈസ എല്ലാം ഇവിടെ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പണമെല്ലാം അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. അപ്പൊ ഇതിന്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ ഇറാനും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ആ ഒരു ചിന്താഗതി, അതിനൊരു മാറ്റമാണ് വരേണ്ടിയിരിക്കുന്നത്. അത് വന്നാലേ ഈ ശാശ്വതമായ ഒരു സമാധാനം വരാൻ പോകുന്നുള്ളൂ. ഇസ്രായേലിനെ തകർക്കുന്നതാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ വിചാരിച്ചാൽ എന്ത് ചെയ്യും? ആകപ്പാടെ ഒരു ചെറിയ രാജ്യമാണ്, അവരും അവിടെ ജീവിച്ചു പോട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് മാറിയില്ലെങ്കിൽ പിന്നെയും ഈ കരാർ ഉണ്ടായാൽ തന്നെ അത് ശാശ്വതമാകാനൊന്നും പോകുന്നില്ല. അത് പിന്നെയും പ്രശ്നമായി തീരും. അതിങ്ങനെ നിലനിൽക്കും, ആ വിരോധം, ആ വൈരാഗ്യം നിലനിൽക്കുന്നിടത്തോളം കാലം. അതുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് ഇടയ്ക്ക് പറഞ്ഞത് അബ്രഹാം അക്കോർഡ് പാകിസ്ഥാനും ഒക്കെ ഒന്ന് അംഗീകരിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കിടക്കുന്നു. ഇതെല്ലാം കൊടിഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഈ അകത്ത് നടക്കുന്ന എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. നമ്മുടെ എല്ലാ ഊഹങ്ങളും, നമുക്ക് ഈ കിട്ടുന്ന മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങളാണ് നമ്മള് വീണ്ടും പറയുന്നത്. എന്തായാലും
ഒരു കരാറുണ്ടാവട്ടെ, പ്രശ്നം തീരട്ടെ എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. കാരണം ഗ്യാസ് അടിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മളത് അനുഭവിക്കുന്നതാണ്. ഇവിടെ വിലക്കയറ്റവും ലോകവ്യാപകമായിട്ടത് നടക്കുന്നു. അപ്പോൾ അതിനൊരു അന്ത്യം 2-3 മണിക്കൂറിനുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പ്രസിഡന്റ് ട്രംപിന്റെ 80-ാം പിറന്നാളിലെ ഒരു പിറന്നാൾ സമ്മാനം തന്നെ ആയിരിക്കും അത് എന്ന് നമുക്ക് കരുതാം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ വർഗീസ് കോരസൺ, അങ്ങനെ ഒരു 3-4 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു കരാറാകുന്നു എന്ന് പറയുമ്പോഴും അത് ഇറാനും അമേരിക്കയുമായുള്ള ധാരണയാണ് വരാൻ പോകുന്നത്. അപ്പോഴും ഇടയ്ക്കിടെ ഈ ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണം, പിറന്നാൾ ദിവസം തന്നെ ട്രംപ് ഇത്രയും ദേഷ്യപ്പെട്ട് മോശം വാക്കുകൾ ഉപയോഗിച്ച ഒരു സംഭവം നമ്മൾ കണ്ടു. അപ്പോൾ ആ മട്ടിൽ ഇസ്രയേലിൻ്റെ ഒരു റോൾ എങ്ങനെയായിരിക്കും? ഇസ്രയേലിനെ പറഞ്ഞ ആ വരുതിക്ക് നിർത്താൻ അമേരിക്കയ്ക്കാകുമോ? എന്തുകൊണ്ട് അമേരിക്ക പറയുമ്പോഴും ഇസ്രയേൽ അത് ചെവിക്കൊള്ളുന്നില്ല? അത്രയധികം ധൈര്യം, ഇത്രയ്ക്ക് ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ട്രംപിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് ഇസ്രയേൽ പോകാനുള്ള ഈ ഒരു കാര്യം എന്താണ്? ഈ ഡീല് ഏതാനും മണിക്കൂറിനകം നടക്കും എന്നുള്ളത് നമുക്കൊരു ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം സമാധാനം, എനിക്കൊന്ന് സമാധാനത്തെ പറ്റി ഇതുവരെ പറഞ്ഞതിനകത്ത് ഏറ്റവും കൂടുതൽ അടുത്തെത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നതിനെ പറ്റി ആരും അത്ര ശുഭ പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നില്ല. കാരണം ഇത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഡീലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇസ്രായേലിനെ കൂട്ടാതെ ഒരു ഡീല് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതൊരു ഫ്ലൂയിഡ് സിറ്റുവേഷനാണ്. ഇപ്പൊ ഏതാനും മണിക്കൂറൊക്കെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ MOUയിൽ സൈൻ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷെ ട്രംപ് പറയുന്ന രീതിയിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഡിസാർമമെന്റ് അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഇതുവരെ പുറത്തുവിട്ടേക്കുന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ച് അതിനകത്ത് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ എമർജിംഗ് ഫ്രെയിംവർക്ക് അനുസരിച്ചിട്ട് ഇറാൻ ഹാസ് ടു അഗ്രി വിത്ത് സ്ട്രിക്ട് ലിമിറ്റേഷൻ ഫോർ ദി ന്യൂക്ലിയർ ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഇത് ഡിസ്പോസ് ചെയ്യുമെന്നുള്ള കാര്യത്തെ പറ്റി ഒരു ധാരണയില്ല. അതുപോലെ തന്നെ US പ്രൊവൈഡിങ് സാങ്ഷൻസ് റിലീഫ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയേക്കുന്നത്, ഈ അഡ്വാൻറ്റേജിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറാനാണ്. കാരണം ഇറാൻ $25 ബില്യൺ ഇപ്പം ഈ 60 ദിവസങ്ങൾക്കകം ഫ്രോസൺ അസറ്റ്സ് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ കേൾക്കുന്നത് UAE $10 ബില്യൺ ഇറാന് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പം പിന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ അവിടെ ടോൾ പിരിവ് നടത്തും എന്ന് ഉറച്ചു തന്നെ ഇവർ ഇറാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇറാന്റെ ഓയില് വേൾഡ് മാർക്കറ്റിൽ ഒഫീഷ്യലായിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും ഇറാന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കാണുന്നത്. അതിനകത്ത് പിന്നെ ഈ പഴയ റെഷീം, പിന്നെ അയത്തുള്ള റെജീം അതേ രീതിയിൽ മുമ്പോട്ട് പോവുകയും അവിടുത്തെ സാധാരണ ആൾക്കാരെ വീണ്ടും കൊല്ലാനും ഒക്കെയുള്ള കുറച്ചുകൂടെ ഫ്രീ റൈറ്റ് ആണ് ഇറാന് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു ഡീല് എനിക്ക് തോന്നുന്നു കൂടുതലും ഇറാന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂല് ഈ മിഡിൽ ഈസ്റ്റിലെ കണ്ടെയ്ൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വാറിന്റെ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ അമേരിക്കൻ ഇലക്ഷനെയൊക്കെ ബാധിക്കും. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഗ്യാസ് അടിക്കാൻ പോകുമ്പോൾ എല്ലാവരും മനസ്സുകൊണ്ടെങ്കിലും ട്രംപിനെ ഒന്ന് ശപിച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. കാരണം ഡബിൾ പ്രൈസ് ഇപ്പൊ കൊടുക്കണേ. അതുപോലെ തന്നെ ഗ്രോസറി കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ഡബിൾ വിലയാ. ഇതൊന്നും താഴോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയായാലും കോസ്റ്റ് ഓഫ് ലിവിങ് അമേരിക്കയിലും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ആൾക്കാർ വളരെ അപ്സെറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയിലെ ഈ ഇൻഫ്ലേഷനും ഇവിടുത്തെ മാർക്കറ്റ്, ഓയിൽ മാർക്കറ്റിന്റെ വിലയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് ട്രംപിന്റെ ഒരു ആവശ്യമാണ്. ഇതിനിടെ കയറി ഇറാഖിന്റെ ഉണ്ടെങ്കിൽ ഇറാൻ മുകളില് പിന്നെ ലെബനോനിലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് ഈ ഡീലിനെ ഏറ്റവും കൂടുതൽ പിന്നെ മോശമാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നടക്കുക. അതുകൊണ്ടാണ് ട്രംപിന്റെ ബർത്ത്ഡേ ആണെങ്കിലും പുള്ളി ഇതൊക്കെ വിളിച്ച് പറയുന്നത്. ഇന്ന് അത് മുമ്പോട്ട് പോകുന്നുള്ളത്, ശാശ്വതമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ളത് വളരെ ഇതിനകത്ത് ഈ ഡീൽ ഏറ്റവും കൂടുതൽ ലൂസ് ചെയ്യുന്നത് ഇസ്രായേലാണ്. അപ്പൊ ഇസ്രായേലിന് അതിന്റെ ഇൻഡിപെൻഡൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ത്രെട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ളൊരു വല്ലാത്ത സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഈ ഒബാമയുടെ ഡീലും ട്രംപിന്റെ ഡീലും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. ഇതിനകത്ത് ഈ സൺസെറ്റ് ക്ലോസ് ഉണ്ട്. ഒബാമയുടെ ഡീലിനെ പറ്റി കളിയാക്കിക്കൊണ്ടിരുന്നത് ഇതിന്റെ ലിമിറ്റഡ് ടൈം ഒരു 10-15 വർഷങ്ങൾക്കകം വീണ്ടും ന്യൂക്ലിയർ സിസ്റ്റം എല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഇറാൻ വീണ്ടും വീണ്ടും എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഡീലിനകത്തും
അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. സെയിം സൺസെറ്റ് ക്ലോസ് ആണ് മുമ്പോട്ട് കൊണ്ടുവന്നത്. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പുതിയ ഡീലൊന്നുമല്ല. ഈ പഴയ ഡീലിന്റെ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ആരാണ് ഇത് വെരിഫൈ ചെയ്യാൻ പോണത്, ഇത് ആരാണ് ഇത് എൻഫോഴ്സ് ചെയ്യാൻ പോണത്, അതിന്റെ ഒരു ലോങ് ടേം ഡ്യൂറബിലിറ്റി, ഒരു അക്കൗണ്ടബിലിറ്റി ഒക്കെ ആരാണ്, ഇതൊന്നും ഒട്ടും വ്യക്തമല്ല. കാരണം ഇതിനകത്ത് തേർഡ് പാർട്ടി ഇൻവോൾവ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഡീല് ഇൻ ബിറ്റ്വീൻ US ആൻഡ് ഇറാൻ എന്നുള്ള രീതി വരുമ്പോൾ ഇസ്രായേലിനെ ഇൻക്ലൂഡ് ചെയ്യാതെ ഒരു ഡീൽ ഉണ്ടാക്കിയാലും ശാശ്വതമായ ഒരു ഡീലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. ശ്രീ ജോയ് തുമ്പമൺ ഈ പറഞ്ഞതുപോലെ തന്നെ 2015 ഒബാമയുമായി ഉണ്ടാക്കിയ ആ ഒരു കരാർ, ആ കരാറുമായി ഇതിനെന്താണ് വ്യത്യാസമെന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട്. ഒബാമ തന്നെ നേരിട്ട് അത് പറയുകയും ചെയ്തു. എന്നാൽ ഏതോ ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം ഹേ മുദ്ര എന്ന് പറഞ്ഞ പോലെ കരാർ പഴയതാണെങ്കിലും പുതിയതല്ലേ പേപ്പർ എന്ന് ചോദിക്കുന്ന മട്ടിലൊരു പ്രതികരണമാണ്. ഇത് ഗംഭീര കരാറാണ്. പക്ഷെ എന്താണ് മാറ്റം എന്ന് പറയുമ്പോൾ അത് അമേരിക്കക്കാർക്ക് കൂടെ ഫീൽ ചെയ്യുന്ന ഒരു മാറ്റമാകണമല്ലോ. ഈ നവംബറിലെ മിഡ് ടേം ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ അവരെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ ഭരണകൂടത്തിന്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർ ഇതിനെ എങ്ങനെയാണ് കാണുക? ക്രിസ്ത്യന അക്ഷരാർത്ഥത്തില് ഒബാമ അന്നുണ്ടാക്കിയതായ അതേ രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് ഇപ്പോൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ യുറൈൻ എൻറിച്ച്മെന്റ് എന്നുള്ള അണുബോംബ് ഉണ്ടാക്കുന്നതായ എല്ലാ സാധന സാമഗ്രികളും നശിപ്പിക്കണമെന്നുള്ള വ്യവസ്ഥ വളരെ വ്യക്തമായി അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒബാമ ഉണ്ടായിരുന്ന സമയത്ത് ഇതേ നിയമം തന്നെയായിരുന്നു വെച്ചത്. എന്നാൽ രഹസ്യമായിട്ട് ഇറാന്റെ അണ്ടർഗ്രൗണ്ടിൽ എൻറിച്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് നിമിഷവും അണുബോംബ് ഉണ്ടാക്കുവാൻ സാധ്യത ഉണ്ടായിരുന്നപ്പോഴാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുകയും അവരുടെ ആ വലിയ മോഹം തകർക്കുകയും ചെയ്തത്. എന്നാൽ ഇപ്പോഴും ബോംബുണ്ടാക്കുവാനുള്ള സാധന സാമഗ്രികൾ നശിപ്പിച്ച് അത് വെളിയിലേക്ക് കൊണ്ടുവന്ന് നശിപ്പിക്കണം എന്നുള്ളതായ വ്യവസ്ഥ ഇപ്പോഴുമുണ്ട്. ഇറാന്റെ രഹസ്യമായ അജണ്ട എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പതിനായിരക്കണക്കിന് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് അസറ്റായിട്ട് ഇറാന് കിടപ്പുണ്ട്. ആ പണമെല്ലാം തിരിച്ച് ലഭിച്ചാൽ ഒരുപക്ഷെ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഇറാന് അവരുടെ തീവ്രവാദ സംഘടനകൾക്ക് ഈ പണം കൊടുക്കുകയും ലെബനോനിൽ നിന്നും മറ്റും തീവ്രവാദി സംഘടനകൾ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യും. വളരെ വിചിത്രമായി എനിക്ക് തോന്നിയത് അമേരിക്കയും ഇസ്രായേലും കൂടിയാണ് ആദ്യമായി ഇറാനെ ആക്രമിച്ചെങ്കിലും സമാധാന കരാറിലേക്ക് അടുത്തു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ അമേരിക്ക മാറ്റി നിർത്തുക മാത്രമല്ല, ഇസ്രായേലിനെ പരസ്യമായി അസഭ്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക വന്നെത്തിയിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയ്ക്ക് എത്രയും പെട്ടെന്ന് സമാധാന ചർച്ചയിൽ ഒപ്പിടണം. അതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് മിഡ് ടേം ഇലക്ഷൻ വരികയാണ്. ഈ മിഡ് ടേം ഇലക്ഷൻ വരുന്ന സമയത്ത് കുതിച്ചുയർന്നായ പണപ്പെരുപ്പവും വിലക്കയറ്റവും ജനഹൃദയങ്ങളിൽ ഒരു നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ മാറ്റിമറിച്ച് ഹോർമോസ് മുനമ്പ് തുറന്നതിന് ശേഷം 25% ലോകത്തിലേക്ക് പോകുന്ന എണ്ണ ലോകരാജ്യങ്ങളിൽ എത്തിച്ചാൽ ഒരുപക്ഷെ വിലക്കയറ്റം കുറയ്ക്കുകയും അമേരിക്കയിലെ ഗ്യാസ് പ്രൈസ് ഒക്കെ കുറയുകയും സാധന സാമഗ്രികളൊക്കെ വളരെ വില കുറച്ച് വാങ്ങിക്കുകയും ചെയ്താൽ മാനസികമായി അമേരിക്കൻ ജനങ്ങൾക്ക് ട്രംപിനോടും ട്രംപിന്റെ പാർട്ടിയോടും ഒരു വലിയ ആഭിമുഖ്യം ഉണ്ടാകുകയും ഈ നവംബറിൽ നടക്കുന്ന മിഡ് ടേം ഇലക്ഷനിൽ തനിക്ക് വിജയം കരസ്ഥമാക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ട്രംപ് 2 മണിക്കൂർ 3 മണിക്കൂറിനകം ഞങ്ങൾ സമാധാന ചർച്ച ഒപ്പുവെക്കുവാൻ പോവുകയാണ് എന്ന് പറയുന്നത്. ക്രിസ്റ്റീന, ഒരു കാര്യം കൂടി എനിക്ക് പറയുവാൻ ആഗ്രഹമുണ്ട്. വെനിസ്വേലയെ ആക്രമിച്ച് അമേരിക്ക വളരെയധികം ഓയിൽ സമാഹരിച്ചു. എന്താണ് സംഭവിച്ചെന്നറിയാമോ? $40 മാത്രം ബാരലിന് ഓയിലിന് വിലയുള്ളതായ സമയത്ത് ഈ യുദ്ധം നടന്നതിന് ശേഷം $100 പരം ഒരു ബാരലിന് അമേരിക്കയും വെനിസ്വേലയും ലോക രാഷ്ട്രങ്ങൾക്കും ചൈനയ്ക്കും ആ ഓയിൽ വിറ്റു. അതിന്റെ ലാഭം ആരാണ് എടുത്തതെന്നറിയാമോ? അമേരിക്കയുടെ എക്സോൺ തുടങ്ങിയ വലിയ ഓയിൽ കമ്പനികളാണ്. അമേരിക്കയ്ക്ക് വളരെ ലാഭമുണ്ടായി.
ആ ട്രംപ് എന്ന് പറയുന്ന ഒരു ബിസിനസ്മാനാണ്. എപ്പോഴും തൻ്റെ കണ്ണ് ലാഭത്തിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സമാധാന ചർച്ച താൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ ലക്ഷ്യം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മിഡ് ടേം ഇലക്ഷനിൽ ജയമുണ്ടാകണം. അതിനുവേണ്ടി സമാധാന ചർച്ചയ്ക്ക് വേണ്ടി താൻ തയ്യാറാകുകയാണ്. എന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ശാശ്വതമായ ഒരു സമാധാനം മനുഷ്യഹൃദയങ്ങളിൽ രൂപാന്തരമുണ്ടാകാതെ മിഡിൽ ഈസ്റ്റിലും പശ്ചിമേഷ്യയിലും നടക്കയില്ല എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ശരി, താങ്ക് യു ശ്രീ ജോർജ് ജോസഫ്. ഇപ്പൊ ഈ പറയുന്നത് പോലെ അമേരിക്കയിലെ വലിയ വൻകിട ഓയിൽ കമ്പനികൾക്ക് ലാഭമുണ്ടായി, അവരുടെ പോക്കറ്റ് നിറഞ്ഞു, അല്ലെങ്കിൽ ട്രംപ് ഉദ്ദേശിക്കുന്ന കമ്പനികൾക്കും ആ ഒരു ലാഭമുണ്ടായി എന്ന് പറയുമ്പോഴും സാധാരണ അമേരിക്കക്കാരൻ ഒരു ഗ്യാസോലിൻ സ്റ്റേഷനിലെത്തി ആ, ആ, ഇന്ധനം നിറയ്ക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നം, അവിടെ ഉണ്ടാകുന്ന പണപ്പെരുപ്പം, അത് മാത്രമല്ല ലോകമെമ്പാടും ഉള്ള അടുക്കളകളെ ഇത് ബാധിച്ചിരിക്കുന്നു. വിലക്കയറ്റം ലോകമെമ്പാടും വരുന്നു. പല രാജ്യങ്ങളിലെയും കമ്മി കൂടുന്നു, കറൻസികൾ വാല്യൂ കുറയുന്നു. അപ്പൊ ഇങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. ഇതിനെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഹോർമൂസിലെ എണ്ണ വിതരണ ശൃംഖല അത് പുനഃസ്ഥാപിക്കുക എന്നതാണ്. ഈ കരാർ കൊണ്ട് അത് സാധ്യമാകുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഈ യുറേനിയം സമ്പുഷ്ടീകരണം എന്നതായിരുന്നല്ലോ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പറഞ്ഞിരുന്നത്. ആ യുറേനിയം സമ്പുഷ്ടീകരണം, അങ്ങനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അതിപ്പോഴും പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിർത്താൻ ഇതാകുമോ? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾക്ക് കൂടി ഈ കരാറിന് ഒരു ഉത്തരം നൽകാനാകുമോ? ഹൊർമൂസ് തുറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഹൊർമൂസ് തുറക്കാതിരിക്കാൻ പറ്റില്ല. ആകപ്പാടെയുള്ള പ്രശ്നം ആ ഹൊർമൂസിൽ കൂടെ പോകുന്ന കപ്പലുകൾ പിന്നെ ഇവർക്ക് ടോൾ കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം ഇരിക്കുന്നത്. അപ്പം അതിലാണ് ഈ കരാർ എങ്ങനെയാണ് പിന്നെ വർക്കൗട്ട് ചെയ്യാന്ന് അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പം ട്രംപ് അമേരിക്ക ഒരു ബദൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണം ഇറാനും അവരുടെ ഓയിൽ വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൊതുവിൽ മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നമാണ്. ഹൊർമൂസ് പിന്നെ തുറക്കാതിരുന്നാൽ പിന്നെ ലോകരാജ്യങ്ങൾക്ക് മാത്രമല്ല ഇറാനും പ്രശ്നം തന്നെ. അവരുടെയും സാമ്പത്തിക സ്ഥിതിയൊക്കെ വഷളാകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് തുറന്നേ പറ്റൂ, ഏറ്റവും നേരത്തെ തുറന്നേ പറ്റൂ. പക്ഷേ ടോള് വിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ വിലക്കയറ്റം, പിന്നെ വിലക്കയറ്റവും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു നടപടി കൊണ്ട് മാത്രമല്ല. ഇപ്പം വെനസ്വേലയിലെ കാര്യം പറഞ്ഞു. വെനസ്വേലയിൽ എക്സോൺ കമ്പനിയൊക്കെ അവിടെ ഈ പിന്നെ എണ്ണ ഉൽപാദനത്തിനും ഒക്കെ അവര് മുന്നിട്ട് വന്നു എന്നതുകൊണ്ട് മാത്രം പിന്നെ ആ കമ്പനികളൊക്കെ ബെനിഫിറ്റഡ് ആവുക. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. വാസ്തവം പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വെനസ്വേലയിൽ എണ്ണ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി അമേരിക്കൻ കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ടോ, ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ടുള്ളൊരു പിന്നെ ധാരണ നമുക്കില്ല. എങ്കിൽ പോലും അതിനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ കണ്ണ്, അമേരിക്കൻ വ്യവസായികളുടെ ഒക്കെ കണ്ണ് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് വെനസ്വേലയ്ക്കും കിട്ടുന്നുണ്ട്. അവിടെയും ഈ ചെറിയ വിലയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന എണ്ണ അവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനമില്ലായിരുന്ന കാര്യമാണ്. പിന്നെ ദാരിദ്ര്യത്തിൽ കിടക്കുകയായിരുന്നു. ഇത് അവരും മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്, മെച്ചപ്പെടുകയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ ചിന്തിക്കേണ്ട ഒരു പ്രശ്നം, ഈ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇല്ലാതിരിക്കാൻ വഴിയില്ല. കാരണം ഈ പിന്നെ IAEA അവരെല്ലാം പോയി പിന്നെ അന്വേഷിക്കുന്നതാണ്. അതിനു പുറമെ ഈ യുറേനിയം അതിന്റെ എത്രയോ അണ്ടർഗ്രൗണ്ടിലൊക്കെയാണ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. അത് നേരത്തെ അമേരിക്ക പോയി അടിച്ചു തകർത്തു എന്ന് അവകാശപ്പെട്ടുവെങ്കിലും ഇപ്പോഴും അതുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇറാൻ ഇപ്പോൾ ഒരു അനുഭവത്തിന്റെ ആവശ്യം എന്താ? അപ്പൊ എന്ത് ലക്ഷ്യത്തിലാണ് അവരൊരു അനുഭവം ഉണ്ടാക്കിയിരിക്കുന്നത്? ഇപ്പൊ ഇന്ത്യ അനുഭവം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ശത്രുക്കളാണ് ചുറ്റുപാടുമുള്ളത്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ശത്രു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ തകർക്കുക, അതല്ലാതെ വേറെ ശത്രുക്കളൊന്നും അവിടെ ആ ഭാഗത്ത് അവർക്കില്ല. ഇസ്രായേലിന് ദോഷം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഭാഗം പോലെയാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ കണക്കാക്കുന്നത്. കാര്യം അമേരിക്കയിൽ നിന്ന് നോക്കുമ്പോൾ, അമേരിക്കക്കാരായിട്ട് നോക്കുമ്പോൾ അങ്ങനെ തന്നെ വരികയുള്ളൂ. ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇറാൻ ആ യുറേനിയം ആ അണുബോംബ് മോഹം ഉപേക്ഷിക്കണം. അവർക്കത് ആവശ്യമുള്ളതല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ അവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിൽ നോക്കട്ടെ. അപ്പൊ അക്കാര്യത്തിൽ ശക്തമായൊരു നിലപാടുണ്ടാവണം, ശക്തമായൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓക്കെ, ശ്രീ വർഗീസ് കോരസൺ, ഇപ്പൊ നമുക്കറിയാം ചൈനയുടെയും റഷ്യയുടെയും ഒരു സാന്നിധ്യം അത് ഈ ഒരു സംഘർഷ സമയത്ത് അത് വളരെ ഒരു ഷാഡോ ആണെങ്കിൽ പോലും അതുണ്ടായിരുന്നു. ഈ ഒരു കരാർ വരുമ്പോഴേക്കും റഷ്യയും ചൈനയും എന്ത് നിലപാടായിരിക്കും എടുക്കുന്നത്? ഇതിനെ ഒരു അണ്ടർമൈൻ ചെയ്യുന്ന നിലപാടായിരിക്കുമോ അതോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടായിരിക്കുമോ? എന്തായാലും റഷ്യക്കും ചൈനയ്ക്കും
അവരും ഇത് ഇമ്പാക്റ്റഡ് ആണ്. കാരണം അവരുടെ എക്കോണമിയിൽ ഇത് ബന്ധപ്പെട്ടത് കൊണ്ട്, പ്രത്യേകിച്ച് ചൈനയുടെ ഈ ഓയിൽ ഫ്ലോയുടെ കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, അവർക്കും പ്രൈസ് കൂടുന്നുണ്ട്, അവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആൾക്കാർ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ടാക്കാനായിട്ട് ചൈനയ്ക്കും താല്പര്യമുണ്ട്. എന്നാൽ റഷ്യയുടെ കാര്യത്തിൽ അത് ഇതല്ല, അവർ കൂടുതൽ പൊളിറ്റിക്സ് കളിക്കാനാണ് താല്പര്യം. രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഇത് ഇടപെടുന്നത്. ഞാൻ ഒരു ബാക്ക് പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ശ്രീ ജോർജ് ജോസഫും പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ പിന്നെ ഇറാനിൽ പോയിട്ട് വഴക്കുണ്ടാക്കുന്നത്, ബഹളം ഉണ്ടാക്കുന്നത്, യുദ്ധം ഉണ്ടാക്കുന്നതൊക്കെ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സസ്പിഷന്റെ പേരിലാണ്. അത് എന്തുകൊണ്ടാണ് ഇത്ര ഭയപ്പെടേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിക്കൊണ്ട് എന്ത് കുഴപ്പമുണ്ടാകണം? അപ്പൊ ആ സെയിം ടൈമിൽ ഇസ്രായേലിൽ ഓൾറെഡി ബോംബ് ഉണ്ടെന്നുള്ളതാണ് ധാരണ. ഇല്ലെങ്കിൽ അവർക്കൂടെ ഒരു ബോംബ് ഉണ്ടാക്കാനുള്ള സൗകര്യം കൂടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഭയമുള്ളത്? ഇന്ന് ഇന്ത്യയിലും പാകിസ്ഥാനിലും രണ്ടുപേരും ന്യൂക്ലിയർ പവർഫുൾ ആയിട്ടുള്ള കൺട്രികളാണ്. പക്ഷെ അതേസമയം നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട്. നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ പോലും ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. റഷ്യയിലെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലുള്ള രാജ്യമാണ്. 4 വർഷമായിട്ട് ഒരു ചെറിയ രാജ്യമായിട്ടുള്ള യുക്രൈനുമായിട്ട് കിടന്ന് മല്ലിടുക. ഒരിക്കലും ഉപയോഗിക്കാൻ മേലാത്ത ഒരു സാധനം, ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ്, ഇത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പിന്നെ പ്രയോജനമില്ലാത്തൊരു കാര്യമാണ് ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത്. ആര് യൂസ് ചെയ്താലും. അതുകൊണ്ട് അതിന്റെ പേരിൽ ഇറാനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതല്ല എന്റെ പുറകിൽ. ഇത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട വിൻസെന്റ് സേവിയർ ഒക്കെ പറയുന്നത് ഇന്ത്യയുടെ കയ്യിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിലോ ഇസ്രായേലിന്റെ കയ്യിലോ ഒക്കെ ന്യൂക്ലിയർ ബോംബ് ഉള്ളതുപോലെ അല്ല. ഇറാന്റെ കയ്യിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അവർക്കത് ശരിയായി ഉപയോഗിക്കാൻ അറിയില്ല. അത് പെട്ടെന്ന് തന്നെ അവർ ഈ പറയുന്ന ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു നിലയിലേക്കൊക്കെ പോകും. അതുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നതെന്നാണ് വിൻസെന്റ് സേവിയർ പാലത്തെങ്കിലൊക്കെ കുറെ നാളുകളായി ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് പൂർണ്ണമായിട്ട് പിന്നെ അതിനോട് ചേരാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാന്റെ കയ്യിൽ ഏറ്റവും ഇതിലും ഒരിക്കലും സ്റ്റഡി ഇല്ലാത്തൊരു രാജ്യം പാകിസ്ഥാൻ. ആ പാകിസ്ഥാന്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ട്. പക്ഷെ അവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ വെനിസുലയിലെ കാര്യം പറഞ്ഞു. വെനിസുലയിലെ ഓയിലിന്റെ ഫ്ലോ കൺട്രോൾ അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമസിലെ ഓയിലിന്റെ കൺട്രോൾ അമേരിക്കയ്ക്ക് ഏറ്റെടുക്കും. ഇതാണ് അതിന്റെ പുറകിലുള്ള ബോട്ടം ലൈൻ. അതിനുവേണ്ടിയുള്ള കളികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏക്കാതെ അമേരിക്ക ഇവിടുന്ന് മാറുകയില്ല. കാരണം കംപ്ലീറ്റ് അവിടുത്തെ 1/5 ഓഫ് ദി ഓയിലിന്റെ ഫ്ലോയെ അമേരിക്കയ്ക്ക് അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കണം. വെനിസുല ഏറ്റെടുത്തു. അപ്പം മൊത്തത്തിൽ ലോകത്തില് ഏറ്റവും കൂടുതൽ ഓയിലിന്റെ റിസർവിന്റെ അപ്പർ ഹാൻഡ് അമേരിക്കയ്ക്ക് വരണം എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഒക്കെ പുറകിലുള്ള. അല്ലാതെ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഈ ന്യൂക്ലിയർ ബോംബോ ഒന്നും ഒരു വിഷയമല്ല. ഈ ന്യൂക്ലിയർ ബോംബോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ. ശ്രീ ജോയ് തുമ്പമൺ, നമുക്കിനിയിപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം, ഈ മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. എന്നാലും നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയൊക്കെ ഏറ്റവും സ്വാധീനിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സമാധാനമില്ലാത്ത അവസ്ഥ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ പലരും അവർ ആശങ്കയാണ് ഉന്നയിക്കുന്നത്. സമാധാനത്തോടെയും വികസന ചിന്തകളോടെയും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ചില രാഷ്ട്രങ്ങൾ, അവിടെ ഒരു സ്ഥിരതയില്ലായ്മ, ബിസിനസ് വിജയിക്കുമോ എന്ന ഭയം, ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയമൊക്കെ ഉണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനും അവരുടെ ഒരു ആത്മവിശ്വാസം, സാമ്പത്തികമായ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരാനും, അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിരവധി മലയാളി കുടുംബങ്ങളിലും അതേ ആത്മവിശ്വാസം വരൂ. അതിനൊരു സാധ്യത എത്രത്തോളം? വളരെ വളരെ ചിന്തനീയമായ ഒരു ചോദ്യമാണ് ക്രിസ്റ്റീന ഇപ്പം ചോദിച്ചത്. നമ്മുടെ മലയാളികളുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ജോലിയും അവരവിടെ ജോലി ചെയ്യുന്നതിന് ശേഷം ഇന്ത്യയിലേക്ക് അയക്കുന്നതായ പണവുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അവർ വളരെ ആശങ്കയിലാണ്. ജീവനെ പോലും ഭയന്ന് സൈറനൊക്കെ കേട്ട് അവര് ഒളിച്ചു പാർക്കുന്ന ഒരവസ്ഥയിലാണ്. അവർക്ക് യാത്ര ചെയ്യുവാൻ പോലും പറ്റാത്തതായ വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണുള്ളത്. അടിക്കടി ആവശ്യമില്ലാതെ ഇറാന്, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹറിന് തുടങ്ങിയ രാജ്യങ്ങളിൽ ബോംബിടുകയാണ്. അവർ പറയുന്നത് അമേരിക്കയുടെ താവളങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവിടെ സ്വന്തം അറബ് രാജ്യങ്ങളെ പോലും ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇറാനുള്ളത്. ഈ സമാധാനം ഉണ്ടായാൽ വാസ്തവത്തിൽ മലയാളികൾക്ക് ഒരു മനസമാധാനം ഉണ്ടാകുക മാത്രമല്ല, സാമ്പത്തികമായും അവർ ഒരു ഉന്നത തലത്തിലേക്ക് ഉയരുവാൻ സാധ്യതയുള്ളതായ ഒരു കാര്യം കൂടിയാണ്. വിശേഷാൽ ഇന്ത്യക്ക് വളരെ ഓയിൽ ആവശ്യമാണ്. പാചകവാതകം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ത്യ ആയിരിക്കുന്നത്. ഹോർമോസ്
കടൽ മുനമ്പ് തുറന്നാൽ അവിടുന്ന് ഓയിലുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ പണപ്പെരുപ്പവും താഴും, ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഉയരുകയും ചെയ്യും. അതുകൊണ്ട് എന്തുകൊണ്ടും സമാധാന ചർച്ചയും സമാധാനം ഒപ്പിടുന്നതും ഇന്ത്യക്കും മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു നല്ല ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വിശേഷാൽ മിഡിൽ ഈസ്റ്റുള്ളതായ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഇത് നല്ലൊരു ശുഭകാലമാകട്ടെ, ഈ സമാധാനം ശാശ്വതമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, എന്തായാലും നമ്മളുടെയും പ്രതീക്ഷ അതാണ്. ലോകമെമ്പാടുമുള്ള നിരവധി പേര് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ആശങ്ക, അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ ഓരോ ദിവസവും ട്രംപിന്റെ ഓരോ പരാമർശങ്ങളും അതെങ്ങനെയാണ് വിപണികളെ സ്വാധീനിക്കുന്നത്, നിക്ഷേപകരെ സ്വാധീനിക്കുന്നത്, സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ദിവസമാണ്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമാണ്. ആ പിറന്നാൾ ദിവസം നല്ലൊരു തീരുമാനത്തിലേക്ക് പോകാനിടയാകട്ടെ. ഇനി ഒരിക്കൽ കൂടി ഈ വിഷയം ചർച്ചയ്ക്ക് വരാതിരിക്കട്ടെ എന്ന ആ ഒരു ആഗ്രഹത്തോടു കൂടെ വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ജോയ് തുമ്പമണ്ണാൻ, ശ്രീ വർഗീസ് കോരസൺ. എന്തായാലും അടുത്തയാഴ്ച സമാധാനം എന്ന വിഷയം ഒഴികെ ഈ ഇറാൻ US വിഷയം ചർച്ച ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.